പ്രീമിയർ ലീഗിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് ലിവർപൂൾ പരാജയപ്പെടുത്തി. സെന്റ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരത്തിൽ 16 വയസ്സുകാരനായ റിയോ എൻഗുമോഹ 100-ാം മിനിറ്റിൽ നേടിയ ഗോൾ ലിവർപൂളിന് വിജയം സമ്മാനിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 35-ാം മിനിറ്റിൽ റയാൻ ഗ്രാവൻബർച്ചിന്റെ ഗോളിലൂടെ ലിവർപൂൾ മുന്നിലെത്തി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ന്യൂകാസിലിന്റെ ആന്റണി ഗോർഡൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. രണ്ടാം പകുതി തുടങ്ങി 20 സെക്കൻഡിനുള്ളിൽ ഹ്യൂഗോ എക്കിറ്റിക്ക് ലിവർപൂളിന്റെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ 10 പേര് മാത്രമുള്ള ന്യൂകാസിൽ പതറാതെ പോരാടി. 57-ാം മിനിറ്റിൽ ബ്രൂണോ വിമറസിന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 88-ാം മിനിറ്റിൽ വില്യം മുസോളിയുടെ ഗോളിൽ ന്യൂകാസിൽ സ്കോർ 2-2 എന്ന നിലയിൽ സമനിലയിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ 10-ാം മിനിറ്റിൽ റിയോ മുഹമ്മദ് സലയുടെ പാസിൽ നിന്ന് സോബ്സലായുടെ ഡമ്മി ഉപയോഗിച്ച് മനോഹരമായ ഒരു ഗോൾ നേടി ലിവർപൂളിന് വിജയം ഉറപ്പാക്കി. 16 വയസ്സും 361 ദിവസവും പ്രായമുള്ളപ്പോൾ റിയോ ലിവർപൂളിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ വിജയ ഗോൾ നേടുന്ന 4ാമത്തെ പ്രായം കുറഞ്ഞ താരവുമാണ് റിയോ. ന്യൂകാസിലിന് വലിയ തിരിച്ചടിയായി മത്സരത്തിനിടെ സാന്ദ്രോ ടൊനാലിയുടെയും ജോലിന്റെയും പരിക്ക്. ആന്റണി ഗോർഡന്റെ സസ്പെൻഷനും ടീമിന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു. ഈ വിജയത്തോടെ ലിവർപൂൾ 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി ലീഗിൽ മുന്നേറി. അതേസമയം ന്യൂകാസലിന് 2 മത്സരങ്ങളിൽ 1 പോയിന്റ് മാത്രമാണുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.